പാഠം 1. കഥകളതിമോഹം. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ദ്രോണപർവം. എഴുതിയത് എഴുത്തച്ഛൻ. ചോദ്യം 3. പഞ്ചവർണ്ണക്കിളി പെൺകിടാവേ തെളിഞ്ഞ് എൻ ചെവി രണ്ടും കുളിർക്ക പറക നീ. കർണനും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ കർണസുഖം ഞാൻ പറകയില്ലാരോടും. ചെവി രണ്ടും കുളിർക്ക പറക കർണസുഖം എന്നീ പ്രയോഗങ്ങൾ ശ്രദ്ധിച്ചല്ലോ. കർണസുഖത്തെ വ്യത്യസ്തമായി ആവിഷ്കരിച്ചിട്ടുള്ള സന്ദർഭങ്ങളാണ് ഇത്. രണ്ടു സന്ദർഭങ്ങളിലും ആശയത്തെ വ്യത്യസ്തമാക്കുന്നതെന്തെല്ലാം? സ്വാഭിപ്രായം സമർത്ഥിക്കുക. ഭാഷാപിതാവായ എഴുത്തച്ഛൻ്റെ ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവം ദ്രോണാചാര്യരുടെ നേതൃത്വത്തിൽ കുരുക്ഷേത്ര ഭൂമിയിലെ യുദ്ധത്തിൻ്റെ വർണ്ണനയാണ്. ദ്രോണപർവത്തിലെ തുടക്കത്തിൽ കവി കിളിയോട് പറയുന്നതും അല്പം കഴിഞ്ഞ് കഥ പറയാൻ തുടങ്ങുമ്പോൾ കർണൻ ദുര്യോധനനോട് പറയുന്ന കാര്യവുമാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. കർണസുഖം ഞാൻ പറകയില്ലാരോടും എന്ന വാക്യത്തിൻ്റെ രണ്ട് അർത്ഥതലങ്ങളാണ് കാവ്യശകലങ്ങളിൽ നാം കാണുന്നത്. ആദ്യത്തേത് താൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ആവശ്യപ്പെടുന്നു. ചെവി രണ്ടും കുളിർക്ക പറക എന്നതിൻ്റെ അർത്ഥം മനസ്സിനെ കുളിരേകുന്ന വിധം കാര്യങ്ങൾ പറയുക എന്നാണ്. കഥ കേൾക്കുന്ന ആർക്കും ആനന്ദം ഉണ്ടാകണം. കഥ തുടർന്ന് കേൾക്കാനുള്ള കവിയുടെ ആഗ്രഹം, കഥ പറയാനുള്ള കിളിയുടെ വൈദഗ്ധ്യം എന്നിവ ഇവിടെ സ്പഷ്ടമാണ്. മനസ്സ് തെളിഞ്ഞ് കിളി പറയുന്ന കഥ തൻ്റെ ചെവി രണ്ടും കുളിർപ്പിക്കും എന്ന് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പാലും വിശിഷ്ടമായ പഴക്കൂട്ടും നൽകുന്നു. ഇവിടെ കർണസുഖം എന്നത് തികച്ചും സ്വാഭാവികമായ ഒരു പ്രവൃത്തിയായി മാറുന്നു. രണ്ടാം കാവ്യശകലത്തിൽ കർണസുഖത്തെ തെറ്റായ പ്രവണതയുടെ പ്രതീകമായാണ് സൂചിപ്പിക്കുന്നത്. തന്നോട് സേനാപതിയാകാൻ ആവശ്യപ്പെടുന്ന ദുര്യോധനനോട് കർണൻ പറയുന്ന മറുപടിയാണ് കർണസുഖം ഞാൻ പറകയില്ലാരോടും. അന്യരിൽ പ്രീതി ജനിപ്പിക്കാൻ എന്തും പറയുന്ന സ്വഭാവം തനിക്കില്ലെന്ന് വെളിപ്പെടുത്തുന്നു. മറ്റുള്ളവർക്ക് കർണസുഖം പകരണമെങ്കിൽ ചിലപ്പോൾ അസത്യം പറയേണ്ടി വരും, ചിലപ്പോൾ മുഖസ്തുതി വേണ്ടിവരും, മറ്റു ചിലപ്പോൾ ഇല്ലാത്ത ഗുണങ്ങൾ വാഴ്ത്തിപ്പാടേണ്ടി വരും. ഇങ്ങനെ പറയുന്നത് ആദർശനിഷ്ഠയില്ലായ്മയെയും വ്യക്തിത്വത്തെ പണയം വെക്കലുമാണ്. ഉത്തമ ഗുണവാന്മാരായ ആളുകൾ മുഖസ്തുതിയിൽ മയങ്ങാറില്ല. കർണസുഖം ഞാൻ പറകയില്ലാരോടും എന്നത് കർണൻ്റെ സ്വഭാവ ഗുണമാണ്. അത്തരം വാക്കുകൾ കേൾക്കില്ല എന്നത് മനസ്സിൻ്റെ ഉറച്ച തീരുമാനമാണ്. നല്ല വാക്കുകൾ മനസ്സിന് ആനന്ദവും കുളിർമയുമേകും. അതിനാൽ മിതവും സാരവും ആത്മാർത്ഥവുമായ വാക്കുകൾ ജീവിതത്തിൽ നൽകുന്ന ആനന്ദം തിരിച്ചറിഞ്ഞ് മുന്നോട്ടു പോകാം. ചോദ്യം 4. ആദരാലെങ്കിലും കോരി വിളമ്പിയാൽ സ്വാദില്ലയെന്ന് വരുമിനി നിർണയം. കല്യാണ സൗഗന്ധികം കുഞ്ചൻ നമ്പ്യാർ. ചൊല്ലുന്നതുണ്ട് കനക്കെ ചുരുക്കി ഞാൻ എഴുത്തച്ഛൻ. മുകളിൽ നൽകിയ കവിവചനങ്ങൾ ഭാഷയുടെ ഏതെല്ലാം സവിശേഷതകളാണ് വ്യക്തമാക്കുന്നത്? കാവ്യഭാഗങ്ങൾ വിശദമാക്കി കുറിപ്പ് തയ്യാറാക്കുക. കുഞ്ചൻ നമ്പ്യാരിൻ്റെ കല്യാണ സൗഗന്ധികം തുള്ളലിലെ വരികളാണ് ആദ്യത്തേത്. ആദരവും സ്നേഹവും മൂലം എത്ര കോരി വിളമ്പിയാലും അതിന് സ്വാദ് ഉണ്ടാകണമെന്നില്ല. ആവശ്യത്തിനുള്ള ആഹാരം കഴിക്കുമ്പോൾ അത് രുചികരവും ആസ്വാദികരവുമായിരിക്കും. എന്നാൽ ഏറിപ്പോയാൽ സ്വാദ് കുറയും. അർഹിക്കുന്നതിനപ്പുറം അഥവാ അളവിൽ കൂടുതൽ ആർക്ക് എന്തു നൽകിയാലും അതിന് മൂല്യം ഉണ്ടാവുകയില്ല. എഴുത്തച്ഛൻ്റെ ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവത്തിലെ വരികളാണ് രണ്ടാമത്തേത്. ഈ വരികൾ ചുരുക്കി പറയേണ്ടതിൻ്റെ ആവശ്യകത നമ്മെ ബോധ്യപ്പെടുത്തുന്നു. കൗരവ പാണ്ഡവ യുദ്ധത്തിൽ സംഭവിച്ചതെന്തെന്ന് കവി ഇവിടെ ചുരുക്കി പറയുന്നു. വലിച്ചു നീട്ടി പറയുന്നത് ശ്രോതാക്കളിൽ വിരസത ഉളവാക്കും. അതിനാൽ സ്വതന്ത്രവും സംക്ഷിപ്തവും അനന്യസാധാരണവുമായ ഒരു വിവർത്തന രീതിയാണ് എഴുത്തച്ഛൻ സ്വീകരിച്ചിട്ടുള്ളത്. ഗഹനമായ ആശയങ്ങൾ പോലും ചിരപരിചിതമായ ഉദാഹരണങ്ങളിലൂടെ സാധാരണക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഭാഷാശൈലിയിലാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. സംസ്കൃത പദങ്ങൾ പോലും ആ ശൈലിക്ക് അനുയോജ്യമായ രീതിയിൽ പ്രയോഗിച്ചു. ചുരുക്കത്തിൽ അനുവാചക ഹൃദയങ്ങളെ കീഴടക്കാൻ
ഭാഷ എങ്ങനെ പ്രയോഗിക്കണമെന്ന് എഴുത്തച്ഛന് നല്ല നിശ്ചയമുണ്ടായിരുന്നു. ഇരു കവിതകളിലും ഭാഷയുടെ ഭാവപ്രകാശവും അവതരണ സൗന്ദര്യവും വ്യക്തമാണ്. ഇത്തരം കൃതികളിലൂടെ ഭാഷ ഒരു മാധ്യമം മാത്രമല്ലെന്നും ഒരു സംസ്കാരത്തെ പകർന്നു പറയാനുള്ള ശക്തിയുള്ള ആശയവാഹിനികളുമാണ് അതെന്ന് കവികൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇപ്രകാരം ശ്രദ്ധിക്കുമ്പോൾ മലയാള ഭാഷയുടെ ആശയവും വിശാലതയും ഉൾക്കൊള്ളുന്ന മനോഹരമായ കാവ്യഭാഗങ്ങളാണ് ഇവ. ഭാഷയുടെ ശൈലിയും അഴകും മാത്രമല്ല, ചിന്തയുടെ തീവ്രതയും ജീവിതബോധത്തിൻ്റെ ആഴവുമാണ് ഇവ തുറന്നുകാട്ടുന്നത്.